സുഹൃത്തുക്കളെ, നമ്മുടെ സ്വത്തൊക്കെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, നമ്മുടെ കാലശേഷം എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്ന് അറിയാൻ നമ്മൾ വിൽപ്പത്രം എഴുതി വെക്കാറുണ്ടല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ലഭിക്കേണ്ട ചികിത്സ എന്തായിരിക്കണം, നമ്മുടെ മരണം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അതിനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. അതിന്റെ പേരാണ് ലിവിംഗ് വിൽ, അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നൊക്കെ പറയും. എല്ലാവർക്കും ഒരു പ്രാർത്ഥനയുള്ളത് വയസ്സാകുമ്പോഴത്തേക്കും എന്താണ്, കിടന്നു മരിക്കാതെ ഉടനെ മരിക്കണേ, ഉടനെ വിളിക്കണേ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ 100 പേരിൽ 15 പേർക്ക് മാത്രമേ അങ്ങനെ ഒരു സുഖമരണം ലഭിക്കുകയുള്ളൂ. ബാക്കി 85% പേരും കിടന്നാ മരിക്കുക. കിടന്നു മരിക്കുന്ന ചിലർ വീട്ടിലായിരിക്കും, പക്ഷെ മെജോറിറ്റിയും ഹോസ്പിറ്റലിൽ കിടന്നാ മരിക്കുക. IC യൂണിറ്റിൽ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കും. അത് ആരാ തീരുമാനിക്കുന്നത്? രോഗിയല്ല. കാരണം ആ വ്യക്തിക്ക് അത് പറയാനുള്ള ബോധം ആ സമയത്ത് ഉണ്ടാവില്ലല്ലോ. അത് തീരുമാനിക്കുന്നില്ല മക്കള്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡോക്ടർമാര്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തീരുമാനിക്കും രോഗിക്ക് എന്ത് ചികിത്സ വേണം, എവിടെ കിടന്ന് മരിക്കും എന്നുള്ളത്. ഈ അവസ്ഥ ഒഴിവാക്കാൻ ഇതേ മാർഗമുള്ളൂ. ലിവിംഗ് വിൽ മാത്രമാണ് അതിനൊരു മാർഗം. അത് നമുക്ക് എഴുതി വെക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും 2018 സുപ്രീം കോടതി അതിന് അനുവാദം നൽകിയിട്ടുണ്ട്. 2023 ലിവിംഗ് വിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഉള്ള ആ നടപടിക്രമങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വില്ല് എഴുതുക, വില്ല് 2 സാക്ഷികൾ വേണം. ആ സാക്ഷികൾ ഒപ്പിട്ടിട്ട് ഒരു നോട്ടറി പബ്ലിക് കൊണ്ട് സാക്ഷ്യപ്പെടുത്തി വെച്ചിരുന്നാൽ മാത്രം മതി. ഇത് കർണാടകയിൽ വളരെ എഫക്റ്റീവായിട്ട് നടന്നു പോകുന്നുണ്ട്. വളരെയധികം പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിൽ ഇത് ഇനിയും നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ആ ലിവിംഗ് വില്ല് നടപ്പാക്കിയാൽ ഒട്ടേറെ സീനിയർ സിറ്റിസൺസിന് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും.